ഇന്ന് ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ വാർഷികമാണിന്ന്. 1200-ലേറെ പേരെ കൊലപ്പെടുത്തി ഹമാസ് ഭീതി വിതച്ച ദിനത്തിന്റെ ഓർമ്മയിലാണ് ഇസ്രായേലും ലോകവും. ഹമസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ബന്ദികളുടെ മോചനം വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇസ്രയേലിന് നേരെ 1500-ലേറെ ഹമസ് ഭീകരർ ആക്രമണം നടത്തിയതിന്റെ വാർഷികമാണ് ഇന്ന്. ഒക്ടോബർ 7 തെരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ആരെല്ലാം അവർക്ക് പിന്തുണ നൽകി? ആത്യന്തികമായി ഹമസ്, ഹിസ്ബുള്ള, ഹൂതി വിമത വിഭാഗങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? സങ്കീർണമായ പശ്ചിമേഷ്യൻ സാഹചര്യം ഉടലെടുത്തത് എങ്ങനെ? 2023 ഒക്ടോബർ 7-നാണ് ആക്രമണം നടന്നത്. നിരവധി പേർ കൊല്ലപ്പെടുകയും 250ഓളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. 1200-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. പാരച്യൂട്ടുകളിലും മിനി വാനുകളിലുമായി ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയ ഹമസ് ഭീകരർ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു. കഴുത്തറത്തും വെടിവെച്ചും കൊലപാതകങ്ങൾ അരങ്ങേറി. ബന്ദികളാക്കപ്പെട്ടവരിൽ 95ഓളം പേർ ഇപ്പോഴും ഹമസ് കസ്റ്റഡിയിലാണ്. ഈ അടുത്ത ദിവസം 6 വ്യക്തികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കേണ്ട നിസ്സഹായ സാഹചര്യവും ഇസ്രായേലിനുണ്ടായി. 100-ലേറെ ബന്ദികളെ ഇതുവരെ മോചിപ്പിക്കാനുമായി. രക്തച്ചൊരിച്ചിലിൻ്റെ തീരാവേദന ഇസ്രയേലിന് നൽകിയ ആക്രമണത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1973 ഒക്ടോബർ 6-ന് അറബ് ശക്തികളെല്ലാം ചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. സീനായ് മലകളിലും ഗൊലാൻ കുന്നുകളിലും ഘോര യുദ്ധം ആരംഭിച്ചു. ഒക്ടോബർ 6 രാത്രി മുതൽ ഒക്ടോബർ 25 വരെ യുദ്ധം നീണ്ടു. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്ത ഈജിപ്തും സിറിയയും പിൻവാങ്ങേണ്ടിയും വന്നു. ഈ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ഓർമ്മയ്ക്കാണ് യുദ്ധത്തിനായി ഈ ദിനം തിരഞ്ഞെടുത്തത്. 73-ൽ യോം കിപ്പൂർ ഒക്ടോബർ 7-നായിരുന്നു. ഇസ്രായേലിൻ്റെ പാപപരിഹാരത്തിനായി മോശ പ്രവാചകൻ 10 ദിവസം സീനായ് മലമുകളിൽ പ്രാർത്ഥനയിൽ മുഴുകിയതിൻ്റെ ഓർമ്മയാണ് യോം കിപ്പൂർ. തൊട്ടടുത്ത ദിവസമാണ് യഹൂദരുടെ പുതുവർഷം ആരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിന് പുറകെ പലതവണ ഐക്യരാഷ്ട്രസഭ യോഗം ചേർന്ന് യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടു. പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസാക്കപ്പെട്ടു. സെക്യൂരിറ്റി കൗൺസിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കൃത്യമായും ആവശ്യപ്പെട്ടു. എന്നാൽ ഹമസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടായിരുന്നു ഇസ്രായേലിൻ്റേത്. ഹമസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. തുടർന്നങ്ങോട്ട് നിരവധി ഹമസ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെതിരായ യുദ്ധം ഏറ്റെടുത്ത നേതാക്കന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയും പിൻഗാമി ഹഷീം സഫീദും കൊല്ലപ്പെട്ടു. സിറിയയിലും ലബനനിലുമായി നിരവധി ഹിസ്ബുള്ള, ഹമസ് നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. വാർഷിക വേളയിൽ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് തന്നെയാണ് ഇസ്രായേൽ. ഹമസിനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നു. അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ബന്ദികളെ വിട്ടുകിട്ടാതെ പിന്നോട്ടില്ലെന്ന് ഉറച്ചു പറയുന്നു. ആക്രമണം പ്രതീക്ഷിച്ചുള്ള ജീവിതം വരും തലമുറയ്ക്ക് നൽകി കൈയൊഴിയാനില്ലെന്ന് ഇസ്രായേൽ ജനതയുടെ നിശ്ചയദാർഢ്യമാണ് 1-ാം വർഷത്തിലും തെളിഞ്ഞു കാണാനാകുന്നത്.